Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ മറിക്കെ ഇന്റർനാഷണൽ കാർ റേസ് കോമ്പറ്റീഷൻ ജയിക്കുന്നവർക്ക് 1 കോടി രൂപയും പിന്നെ ഒരു കാറും സമ്മാനമായിട്ട് കിട്ടും. പിന്നീട് 10 കൊല്ലത്തേക്കുള്ള പെട്രോളും ഫ്രീ. 1 കോടി രൂപ. ഓഹോ ബദലു ഇന്റർനാഷണൽ കാർ റേസ് നമ്മൾ പങ്കെടുക്കും കേട്ടോ. നീ നോയിക്കും ബദലു, നമ്മൾ എന്തായാലും ഇതിൽ ജയിക്കും. ചുമ്മാ എനിക്ക് മോട്ടു 1 ലക്ഷം രൂപയാണ് ഇതിന്റെ എൻട്രൻസ് ഫീസ്. ഇത്രയും പൈസ നമ്മൾ എവിടുന്ന് കൊണ്ടുവരാനാ? നിനക്ക് റേസിംഗ് കാർ ഓടിച്ച് വല്ല പരിചയമുണ്ടോ? നീ ആരാ? മോട്ടു എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട് പത്ലു. എന്റെ പത്ലു കുഴപ്പമില്ലെന്ന്. 1 ലക്ഷം വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ആ 1 ലക്ഷം രൂപ എങ്ങനെയാലും കൊണ്ടുവരും. നോക്കിക്കോ, എന്നിട്ട് ജയിക്കുകയും ചെയ്യും. അതേ മോട്ടു, നീ എങ്ങോട്ടാ പോകുന്നതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ മോട്ടു. കണ്ടില്ലേ പത്ലു, കണ്ടില്ലേ, ഞാൻ പൈസയും കൊണ്ടുവന്നു. ഞാൻ പോവാണേ. എന്നിട്ട് വേഗം ചെന്ന് ഫീസ് കെട്ടട്ടെ. ഇത്രയും വേഗം ഇത്രയും പൈസ ഇവൻ എങ്ങനെയാണ് സംഘടിപ്പിച്ചത്? എന്റെ പൈസ അല്ലല്ലോ അവൻ എടുത്തോണ്ട് വന്നത്. എന്റെ എല്ലാ പൈസയും പോയി. ചെറിയ ചെറിയ ഡബ്ബകളിൽ വെച്ചിരുന്ന എല്ലാ പൈസയും അവൻ എടുത്തോണ്ട് പോയി. അതേ മോട്ടു, നീ ഇത് എന്താ കാണിച്ചു വെച്ചത്? ഞാൻ അങ്ങനെ പോയി ഫീസ് കെട്ടിയിട്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ കാർ റേസിൽ പങ്കെടുക്കും, 1 കോടി രൂപ വിജയിക്കുകയും ചെയ്യും. എന്നിട്ട് വേണം ഫുർഫുറി നഗരത്തിന് വേണ്ടി നമുക്ക് പലതും ചെയ്തു തീർക്കാൻ. ആലോചിക്ക് പത്ലു. അതെ, നമ്മളെ ഈ റേസിൽ പങ്കെടുക്കാൻ നമ്മുടെ കയ്യില് കാർ പോലും ഇല്ലല്ലോ. പത്ലു, ഞാൻ വരുന്ന വഴിയില്ലേ ഒരു റേസിംഗ് കാറിന്റെ ഷോറൂം കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു ബെസ്റ്റ് കാർ നിൽക്കുന്നത് കണ്ടായിരുന്നു. വരൂ പത്ലു, നമുക്ക് ചെന്നിട്ട് ആ കാറ് വാങ്ങിച്ചോണ്ട് വരാമേ. ഹലോ സാർ, ഈ കാറിന് എന്താ വില? നിങ്ങൾക്ക് വേണമെന്നോ? ഇല്ല, നിങ്ങൾ റേസിലേക്ക് പോവാത്തതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഈ കാർ ഞാൻ തരില്ല. ആരെ കാണുമ്പോ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നോ അവർക്ക് മാത്രമേ ഞാൻ ഈ കാർ കൊടുക്കുള്ളൂ. അതെ, അവരെ കൊണ്ട് മാത്രമേ ഈ റേസിൽ ജയിക്കാനാവൂ. അല്ല സാർ, എന്തൊക്കെ ഈ പറയുന്നേ? വലിയേട്ടാ, എനിക്കൊരു കാർ വേണമായിരുന്നു. നിങ്ങൾ ഇതിനു മുന്നേ കാർ റേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കാർ റേസിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ കാറൊക്കെ ഞാൻ നല്ലോണം ഓടിക്കുന്നേ. കാട്ടിലൂടെ ഓടിച്ചിട്ടുണ്ട്, മലമുകളിൽ ഓടിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണോ? മോട്ടു, അവൻ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എത്രയും പെട്ടെന്ന് ഓടിക്കോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കാർ തരാം. നിങ്ങളുടെ കോൺഫിഡൻസ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഐ ആം കോൺഫിഡന്റ്. പക്ഷേ ഏത് കാറാണ് ഞാൻ ഓടിക്കേണ്ടത്? അതെ, ഇദ്ദേഹത്തിന് മോട്ടുവിന് കാർ കൊടുക്കാൻ എങ്ങനെ തോന്നി? കണ്ടില്ലേ, എന്റെ കാർ എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷെ നിങ്ങളെ പോലത്തെ ഒരു ഹോണസ്റ്റ് ആയ ആൾക്ക് ഞാൻ ഈ ഹോണസ്റ്റ് കാർ തന്നെ തരാം. സത്യമായിട്ടും. ഹോണസ്റ്റി കാറോ? യെസ്, ഇതാണ് ഹോണസ്റ്റ് കാർ. ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ വില 50 ലക്ഷം രൂപയാണ്. പക്ഷെ നിങ്ങളെ പോലത്തെ ഒരു ഹോണസ്റ്റ് ആയ ആൾക്ക് ഞാനിത് വെറും 25 ലക്ഷം രൂപയ്ക്ക് തരാം. 25 ലക്ഷമോ? അതെ മോട്ടോ, ഈ 25 ലക്ഷം രൂപ നമ്മൾ എവിടുന്ന് കൊണ്ടുവരും? ഇന്ന് പിടിച്ചോളൂ, നിങ്ങൾ ചോദിച്ച 25 lakhs. അതെ മോട്ടോ, നിന്റെ കയ്യിൽ ഇത്രയും പൈസ എവിടുന്ന് വന്നു? നീ എവിടുന്നാണ് കൊണ്ടുവന്നത്? ഇതാണ് വലിയ കാര്യം പത്ലു. നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഇല്ലേ, നീ മറന്നോ? അവരെയൊക്കെ കണ്ടപ്പം അവരൊക്കെ സഹായിച്ചു. ഡോക്ടർ ജഡ്ക, ചിങ്കം സാർ. ഇന്ന് വലിയേട്ടാ, നിങ്ങൾ ചോദിച്ച 25 ലക്ഷം. നീ എന്താ ചെയ്യുന്നത്? പൈസ കിട്ടിപ്പോയി. മോട്ടു, ഇതൊക്കെ ഞങ്ങളുടെ പൈസയാണ്, നിന്റെ പൈസയല്ല. അതിലിപ്പോ എന്തിരിക്കുന്നു? നമ്മളൊക്കെ കൂട്ടുകാരല്ലേ. റേസിൽ ജയിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തരുമെന്ന്. ഹോണസ്റ്റ് കാർ, ഹോണസ്റ്റ് മാന്. വേഗം പോയി പ്രാക്ടീസ് തുടങ്ങ്. കണ്ടില്ലേ, എന്ത് നല്ലൊരു കാറാണെന്ന്.
അതേ മോട്ടു, കാർ എവിടെ? കാർ മുഴുവൻ പോയില്ലേ? വേഗം വാ, നമുക്ക് പോയി ഓണസ്റ്റി കാർ തന്ന ആളെ പിടിക്കാം. എന്തൊരു കാറായത്! 130 സ്പീഡിൽ പോയപ്പോഴും മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞല്ലോ. ഇതിനെയും കൊണ്ട് നമുക്ക് ഏത് റേസ് ഓടിക്കാൻ പറ്റും? അല്ല, ഷോപ്പ് എവിടെ? ചേട്ടാ, ഇവിടെ ഒരു കാർ ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ. ഈ ഓണസ്റ്റി റേസിംഗ് കാർ ഇവിടുന്ന് വാങ്ങിച്ചത്? അതെ അതെ, അയാൾ ഒരു ട്രക്കിൽ സാധനങ്ങളെല്ലാം കയറ്റി ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്. എന്ത്? അതെ മോട്ടു, നിന്നെ വീണ്ടും ആരോ പറ്റിച്ചിട്ട് പോയിരിക്കുക. ഇനി നിന്റെ കയ്യിലുള്ളത് ഈ പൊട്ടിപ്പോയ കാറ് മാത്രമാണ്. കഴിഞ്ഞു. ഹലോ, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഞാനൊരു ജപ്പാൻ കമ്പനിയുടെ സർവീസ് എഞ്ചിനീയർ ആണ്. ഞാൻ റേസിംഗ് കാറൊക്കെ റിപ്പയർ ചെയ്യാറുണ്ട്. എന്ത്? നിങ്ങൾക്ക് എന്റെ റേസിംഗ് കാർ ഒന്ന് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോ? ഒന്ന് പറ പ്ലീസ്. യെസ് വൈ നോട്ട്. പക്ഷേ എന്റെ ഫീസ് 25 lakhs ആണ്. ഞാനത് തന്നേക്കാം. പക്ഷേ നിങ്ങൾ എന്റെ കാർ ഒന്ന് വേഗം ശരിയാക്കി താ പ്ലീസ്. ആ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കാർ ഞാൻ ഉറപ്പായിട്ടും ശരി കാണണം. ശരി, സമ്മതമാണ്. നിങ്ങളൊന്ന് വേഗം വരൂ. ഓഹോ, ഈ കാറാണോ? റെഡിയാകും. ഡോണ്ട് വറി. നിങ്ങളിപ്പോ എന്റെ ഫീസ് എടുത്തിട്ട് വരൂ. ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് അറിയാമോ? ടയേഴ്സ് ഒക്കെ മാറ്റണം. പിന്നെ ഇതിൽ നല്ല സീറ്റും ഫിക്സ് ചെയ്യണം. സീറ്റ് ശരിയല്ലെങ്കിൽ ഡ്രൈവർ എങ്ങനെ റേസിൽ ജയിക്കും? കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഈ കാർ ഞാൻ എങ്ങനെ റെഡി ചെയ്യാൻ പോകുന്നു മാത്രം നോക്കിക്കോ. ഇതാ എന്റെ ഫീസ്. ഇപ്പൊ വരാം കേട്ടോ. വലിയേട്ടോ, ഇന്ന് വാങ്ങിച്ചോളൂ. മോട്ടോ, കാർ റേസിന് സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ കാർ അങ്ങോട്ട് കൊണ്ടുവരാം. നീ നേരിട്ട് അവിടെ തന്നെ വെച്ച് മേടിച്ചാ മതി. മോട്ടോ, കാർ എവിടെ പോയി? എന്റെ പത്തില് ഒരു ജാപ്പനീസ് എഞ്ചിനീയർ വന്നിരുന്നു. കാർ റിപ്പയർ ചെയ്യാൻ വേണ്ടി അത് എടുത്തോണ്ട് പോയതാ. അത് വീണ്ടും ആരെങ്കിലും നിന്നെ പറ്റിച്ചിട്ട് പോയതല്ലല്ലോ? പൈസ വല്ലതും കൊടുത്തു മോട്ടു? ഏകദേശം ഒരു 20 ലക്ഷം കൊടുത്തു. പത്തലു, എവിടെ പോയി നീ? ഞാനിവിടെ താഴെയുണ്ട്. അതെ മോട്ടു, നീ എന്താ ചെയ്തത്? അത് പിന്നെ പത്തലു, ഞാൻ അതൊക്കെ ഞാൻ വിറ്റതാണ് പത്തലു. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വിറ്റു പത്തലു. അതെ മോട്ടു, നീ എന്താ ചെയ്തത്? വീട്ടിനകത്തുള്ള എല്ലാം വിറ്റ് കളഞ്ഞല്ലോ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് അറിയാമോ? നീ ഇതെല്ലാം കൂടെ വിറ്റ് തൊലച്ചില്ലേ? നീ വിഷമിക്കാതിരിക്കൂ പത്തലു. കാർ റേസിൽ ജയിച്ചാലുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തിരിച്ചു തരുന്നതായിരിക്കും. റിപ്പയറിന് പോയ നമ്മുടെ കാറ് ഇപ്പൊ തന്നെ ഇങ്ങ് എത്തും പത്തലു. ചേട്ടാ മോട്ടു, എന്റെ ആൾക്കാർ കാർ എടുത്തിട്ട് പോയി റേസിംഗ് ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. അത് കണ്ടോ, നിങ്ങളുടെ കാർ ദാ അവിടെ കിടപ്പുണ്ട്. പക്ഷെ എവിടെയാണുള്ളത്? എന്റെയാണ്. എക്സ്ക്യൂസ് മീ, ഇത് എന്റെ കാറാണ്. ചേട്ടാ, നമുക്ക് മോട്ടുവിന്റെ ഒപ്പം പോകാം. അവന്റെ ഒപ്പം പോയി അവനെ കാർ റേസിൽ ജയിപ്പിക്കാം. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇതൊക്കെ എന്താ ഇത്? മെക്കാനിക് പറഞ്ഞിരുന്നു, ഡ്രൈവർ സുഖിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഇനി ഡ്രൈവർ ഡ്രൈവിംഗിലല്ലേ ശ്രദ്ധിക്കൂ. നീ ഒരിക്കലും നന്നാവില്ലേ മോട്ടു? പത്തലു, ഈ കാർ കൊണ്ട് നമ്മൾ റേസിൽ വിജയിക്കും. നോക്കിക്കോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ നോക്കൂ. ഇതിന്റെ എഞ്ചിനൊക്കെ നന്നായിട്ടുണ്ടോ എന്നൊന്ന് നോക്കി പറയൂ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എഞ്ചിൻ ശരിയല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോ ശരിയാക്കി. ഇപ്പൊ കാർ റെഡിയാണ്. നീ ധാരാളമായിട്ട് ഓടിക്കാം. അതെ. ഓക്കേ, ലെറ്റ്സ് ഗോ.
Watch India's largest kids library only on Jio Hotstar. Download the app now.